സർ, യെസ്, പറയ്. ബോഡിയിൽ നിന്ന് ഹെയറിന്റെ സാമ്പിൾ എടുത്തിട്ടുണ്ട്. 1 മിനിറ്റ്. ഇവിടെ കണ്ട ഫിംഗർ പ്രിന്റ് അല്ല ആ ബോഡിയിലുള്ളത്. അവളെ ഇത് ആരോ കരുതി കൂട്ടി ചെയ്തതാണ്. സാർ വിഷമിക്കണ്ട. സർ, ബോഡി പോസ്റ്റ്മോർട്ടത്തിന് എടുത്തിട്ടുണ്ട്. അവരെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട് സർ. ഒരാളുടെ അമ്മയും വന്നു, മറ്റേയാളുടെ അച്ഛനും വന്നിട്ടുണ്ട്. അവരെ വിളിക്ക്. ഇവർ രാവിലെ ഇറങ്ങി പോകും, വൈകുന്നേരം തിരിച്ചു വരും. യവന്മാരെ പോലുള്ളവരെ നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയക്കാരാണ് വഷളാക്കുന്നത്. അങ്ങനെ ചോദിച്ചാ ഇല്ല അല്ലേ? നായരെ, സാർ, ആ മെമ്പർ പറഞ്ഞ ആ നരമ്പിന്റെ പേരെന്താ? സാറേ മൂങ്ങ രാജേഷ്. അവനെ നമുക്കൊന്ന് കാണണമല്ലോ. വലിച്ച് രാജേ, കാര്യങ്ങൾ നന്നായിട്ട് നടക്കുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല സാർ. രണ്ടാമത് നാളെ നീ നന്നായിട്ട് കണ്ടോ? ഇല്ല സാറേ, ആയൊരു കറുപ്പ് മഴയായിരുന്നു സാർ. ഇവൻ പറയുന്നതെല്ലാം പച്ച കള്ളമാണ്. ഇവൻ നമ്മളിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ട് സാറേ. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താടാ? പറ സാറേ. ഓക്കെ, ശരി. ഇനിയിപ്പോ ശരി സാർ. നിങ്ങളുടെ വീടല്ലേ ബെല്ലയ്ക്ക് വാടക കൊടുത്തിരുന്നത്? അതെ സർ. സാർ ഇരിക്കണം. ഇവിടെ സ്ത്രീകൾ ആരും ഇല്ലേ? ഉണ്ട് മാഡം, അവളോട് ഉണ്ടായിരുന്നു. അവളിപ്പോൾ അങ്ങോട്ട് പുറത്തേക്ക് പോയത്. ഈ ബെല്ലയുടെ ക്യാരക്ടർ എങ്ങനെയായിരുന്നു? ആള് പോവായിരുന്നു സർ. മരണം നടക്കുന്നതിന് തലേ ദിവസവും ആ കുട്ടിയായിട്ട് ഞാൻ സംസാരിച്ചുള്ളൂ സർ. ബെല്ല ഇവിടെ ഒറ്റയ്ക്കായിരുന്നോ താമസം? അതെ മാഡം. ആ സംഭവം നടന്ന ദിവസത്തിൽ രാത്രി 12-നും 6-നും ഇടയിൽ എന്തെങ്കിലും ശബ്ദമോ സംശയാസ്പദമായ രീതിയിൽ അവിടെ ആരെങ്കിലും വന്നു പോവുകയോ ചെയ്താൽ? അറിയില്ല സർ. കാരണം ഞാൻ ഈ BP ഉള്ള കാരണമേ 9 മണിക്ക് ഗുളികയും കഴിച്ച് കിടന്നുറങ്ങും. അതുകൊണ്ടൊന്നും അറിഞ്ഞില്ല സർ. ആ, സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോൾ വരണം കേട്ടോ സർ. അദ്ദേഹത്തിൻ്റെ നമ്പർ നോട്ട് ശരി സർ. ആ പറയൂ. 9847 ആ 88 4437. ശരി മാഡം. ശരി. ആരെ യോല പറഞ്ഞായിരുന്നോ? ഇല്ല സാറേ. ഈ പന്ന റാസ്കൽ ഈ പന്ന ബിഗും വെച്ചോണ്ട് എത്ര വീടുകളിൽ നീ ഈ പന്ന പരിപാടി കാണിച്ചോണ്ടാ ഇങ്ങോട്ടോട്ട് ഉണ്ടാക്കലടാ പന്ന. എടാ ഇപ്പൊ നീ സത്യം പറഞ്ഞാൽ തന്നെ വെറുതെ വിടും. ഇല്ലെങ്കിൽ ഇടിച്ച് ഇഞ്ചി പരിപാടി കളയുന്നു ഞാൻ. പറയണ ഇതിന് നിന്റെ റോള് മാത്രം നീ പറഞ്ഞാൽ മതി. സാർ, ഞാൻ നിരപരാധിയാണ് സാർ. എനിക്കൊന്നും അറിയത്തില്ല. കള്ളം പറയുന്നോ പന്ന? വയസ്സാകാലത്ത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കലടാ മോനെ. നിന്നെ കൊണ്ട് ഞാൻ സത്യം പറയിക്കൂടാ. നിങ്ങൾക്ക് പെൻഷൻ ആവാറായില്ലേ? അതെ സാറേ. അപ്പൊ കുഴപ്പമില്ലടോ, ഒരു ലോക്കപ്പ് മരണമൊക്കെ ആവാം. അങ്ങ് തീർത്തേരെ. വെല്ലേ കൊന്ന നീ എടാ സത്യം പറ. ഇല്ലെങ്കിൽ നീ ഇവിടെ തീരും. പറയണോ? ഞാൻ പറയാം സാറേ, ഞാൻ എല്ലാം പറയാം സാറേ. ഹലോ, ആ ചേച്ചി പറയാ ചേച്ചി. ആ ശരി ചേച്ചി, താവരണ ചേച്ചി. ചേച്ചി തുറന്നു കിടക്കായിരുന്നു ചേച്ചി. ആ കുമാർ, നീ അവിടെ ഇരിക്കേ, ഞാൻ കുളിച്ചിട്ട് വരാം. ശരി ചേച്ചി. ചേച്ചി കുളിക്കുന്ന സൗണ്ട് കേട്ടപ്പം ഞാൻ വെറുതെ ഒന്ന് നോക്കിപ്പോയി സാറേ.
ചേച്ചി കുളിച്ചിട്ട് വരുന്നവരെ ഞാൻ അവിടെ കാത്തിരുന്നു. ആ നീ ഇവിടെ ഇരിക്കുന്ന? എന്ത് ചേച്ചി പ്രോബ്ലം? എന്റെ റൂമിലെ ബൾബ് കത്തുന്നില്ല, അപ്പുറത്തെ ബാത്റൂമിലെ കത്തുന്നില്ല. എനിക്ക് ഓഫീസിൽ പോകാൻ ടൈമായി, ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്യട്ടെ. എന്നാ ശരി പോയി ചേച്ചി, നമുക്ക് നോക്കാം. ഞാൻ ബാത്റൂമിൽ കയറി പഴയ ബൾബ് മാറി പുതിയ ബൾബിട്ട് സാർ. അതാണ് സാറേ സംഭവിച്ചത്. ഞാൻ നിരപരാധിയാണ് സാറേ. ബെല്ലിയുടെ മരണമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല സാർ. കരയാതെ കരയാതെ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാഡം വാ, നമുക്ക് പോവാം. പോവാം സാർ. ആ പോവാം. നമ്മുടെ മോളുടെ കേസ് അന്വേഷിക്കുന്ന സാറല്ലേ അത്? ആ ശരിയാണല്ലോ. അവരെന്തിനാ ഇവിടെ വന്നത്? ഞാനൊന്ന് അങ്ങോട്ട് ഇറങ്ങിച്ചല്ലേ. ഇച്ചായ, അവരെന്തെങ്കിലും അന്വേഷിക്കാൻ വന്നതായിരിക്കും. നമുക്ക് പോരാൻ ജീവ, നീ വണ്ടി എടുത്തേ. ആ മെമ്പറും ഉണ്ടല്ലോ കൂടെ. ആ അയാൾക്കാവുമ്പോ കാര്യങ്ങൾ അറിയാമല്ലോ. പോലീസുകാർക്ക് അയാളൊരു സഹായിയാവും. പാവം, പാർട്ടി പരിപാടിയൊക്കെ കളഞ്ഞ് നമ്മുടെ മോൾക്ക് വേണ്ടി കഷ്ടപ്പെടുക അയാള്. നമുക്ക് പോവാം സാർ. ശരി. സാറേ, ഇതെങ്ങനെ ഉണ്ടോ നോക്കിയാൽ സാർ. എന്തോന്നു? എൻ്റെ വീട്ടിൽ പാലിയാച്ചനെ ഓൺലൈൻ വഴി ബൾബും ഫാനും എല്ലാം കൂടെ അങ്ങ് മേടിക്കാമെന്ന് വിചാരിച്ചു. ഇതിലാകുമ്പോൾ കുറച്ച് ക്യാഷും ലാഭം കിട്ടും. എങ്ങനെയുണ്ട്? അതിന് ഈ ബൾബ് 1500 രൂപയല്ലേ? ഇതാ റേറ്റ് കുറവ്. ദീപ ഇത് നോക്കിയാണ്. ഇതിന് വേറൊരു ഉപയോഗമുണ്ട് സാറേ. അതെന്ത് ഉപയോഗം? സാറേ, ഇത് 2 ഉപയോഗമുണ്ട്. ബൾബായിട്ട് ഉപയോഗിക്കാം, ക്യാമറയായിട്ട് ഉപയോഗിക്കാം. അത് കൊള്ളാല്ലേ സാറേ. ഞാനും എൻ്റെ ഭാര്യയും ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ പിള്ളേർ വീട്ടിൽ ഒറ്റയ്ക്ക് പോകും. ഇതൊരെണ്ണം വീട്ടിൽ മേടിച്ച് വെച്ച് കഴിഞ്ഞാലേ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് അതിലങ്ങ് റെക്കോർഡാവും. വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്കത് നോക്കുകയും ചെയ്യാമല്ലോ. അത് കൊള്ളാം. എനിക്ക് ഇതുപോലെ ഒന്ന് ഓർഡർ ചെയ്യടേ. നോക്കട്ടെ സാറേ. അന്ന് ഞാൻ മേടിച്ചിരുന്നു ഓൺലൈൻ. പിന്നെ വേറൊരു കാര്യമുണ്ട്. വെറുതെ വെച്ചിട്ട് കാര്യമില്ല, വൈഫൈ ആണ്. അല്ലെങ്കിൽ നമ്മുടെ മെമ്മറി കാർഡ് ഉപയോഗിക്കാം. സാറേ, എൻ്റെ വസ്തുതർക്കത്തിൻ്റെ കാര്യം എന്തെങ്കിലും തീരുമാനം ഇന്നേനെ ഉണ്ടാക്കി തരണേ സാറേ. ആ വരണം സാർ, ഇരിക്കണം. സ്റ്റെല്ല, SI സാറൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങോട്ടൊന്ന് വന്നേ. മോളുടെ കാര്യത്തിൽ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ സാർ? അന്വേഷണം നടക്കുന്നുണ്ട്. ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞില്ലേ സാർ? ആരേത് ചെയ്തെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തെങ്കിലും തെളിവ്? ഇവളെവിടെ നിർത്തിയാൽ ഇവളുടെ മാനസിക നില ആകെ തകരാറിലാവും സാർ. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ കോട്ടയത്തേക്ക് പോകും. സാറിന്റെ എല്ലാ വിഷമങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ ഉള്ള സാറിന്റെ ആഗ്രഹം എന്താ? മകളുടെ കൊലപാതകി ആരാണെന്ന് അറിയണം. അത്രയല്ലേ ഉള്ളൂ. വേവുന്നവരെ ക്ഷമിക്കാമെങ്കിൽ ആറുന്നവരെ ക്ഷമിച്ചൂടെ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സാർ. എല്ലാം പറയാം. നാളെ രാവിലെ 2 പേര് സ്റ്റേഷനിലേക്ക് വരണം. എന്തിനാ സാറേ ഞങ്ങൾ സ്റ്റേഷനിൽ വരേണ്ടത്? ഞങ്ങളുടെ മകളെ കൊന്ന കൊലപാതകയെ കണ്ടുപിടിക്കാൻ പറ്റാത്ത നിങ്ങൾ എവിടുത്തെ പോലീസാ? ഞങ്ങൾ ഇനി ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? ഞങ്ങൾ എന്താ തെറ്റാ ചെയ്തത്? സമാധാനപ്പെടും. കണ്ടില്ലേ സാർ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എനിക്കിനി ഇവള് മാത്രമേ ഉള്ളൂ. സാറന്മാര് പൊയ്ക്കോ, ഞങ്ങൾ സ്റ്റേഷനിൽ ഒന്ന് കണ്ടോളാം. എടാ രാജീവേ, കുറച്ച് വെള്ളം കൊണ്ടുപോടാ.
മര്യാദയ്ക്ക് സത്യം പറഞ്ഞാൽ നിനക്ക് കൊള്ളാം. പറടാ. നമസ്കാരം സാർ. ആ ഇരിക്കണം. എവിടെ നിങ്ങൾക്ക് അറിയാമോ? ഇല്ല, അറിയില്ല സാർ. നിങ്ങളുടെ മകൾ ബെല്ല താമസിച്ചിരുന്ന വീട്ടിലെ എല്ലാ മെയിൻ്റനൻസ് പണി ഇവനാണ് ചെയ്തിരുന്നത്. ഇനി അവൻ സത്യം പറയും. പറടാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാർ. നിന്നെ ഞാൻ മനസ്സിലാക്കി തരാടാ, നീ നാടങ്ങ്. സാർ എന്താ ഉദ്ദേശിക്കുന്നേ? ഈ കൊലപാതകമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല സാർ. നിനക്കല്ലടാ അതിനകത്ത് ബന്ധം. നീ ഉദ്ദേശിച്ച കാര്യം കാണാൻ പറ്റില്ല അല്ലടാ മോനെ. സത്യമായിട്ട് ഞാൻ നിരപരാധിയാണ് സാർ. എനിക്കിതിൽ യാതൊരു ബന്ധവുമില്ല. ഇതെന്താണെന്ന് അറിയാമോടാ സാർ? അത്